to get my Onam outfit stitched. ഞാൻ തയ്ക്കാൻ പഠിക്കുന്നതായിരിക്കും വൈബിൾ ഓപ്ഷൻ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഈ പർട്ടിക്കുലർ വ്ലോഗിൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയൊരു ഡേ ആണ്. ഓണത്തിന് ഇനിയും സമയമുണ്ടെങ്കിലും നമ്മൾ ഷോപ്പിംഗ് നേരത്തെ ചെയ്ത് വെക്കും. ബിക്കോസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് ഡ്യൂറിങ് ഓണം ടൈംസ്. ആൻഡ് എൻ്റെ അമ്മയുടെയും ട്രാക്ക് റെക്കോർഡാണ് തലേദിവസം ചെന്ന് കടയിൽ അടികൂടുക എന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം നമ്മൾ നേരത്തെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. ഫസ്റ്റ് ഓഫ് ഓൾ വി വെൻറ്റ് ടു കരിക്കകം ടെമ്പിൾ. അവിടെ ഈ ഒരു പോണ്ടിൽ കുറേ മീനുണ്ട്. എപ്പോൾ അവിടെ പോയാലും അവിടെ ഒന്ന് കാല് മുക്കുക എന്നുള്ളത് അച്ചിട്ട. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം റൂം അറൗണ്ട് ചെയ്തു. അവിടുത്തെ ഈ ഒരു ഗോപുരമുണ്ട്, അതിൻ്റെ ബാക്കിൽ കുറേ ഈ ബ്രാഞ്ചസ് ഉണ്ട് ട്രീസിൻ്റെ. കണ്ണുകൊണ്ട് കാണാൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ ക്യാമറ എങ്ങനെയൊക്കെ എടുത്താലും ജസ്റ്റിസ് ചെയ്യാറില്ല. ഇറ്റ്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ. കരിക്കകത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ലുലുവിൽ പോവാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. ബട്ട് ബൈ ദ ടൈം വി റീച്ച്ഡ് ലുലു, വിശപ്പിൻ്റെ വിളി എത്തിയിരിക്കണു. അങ്ങനെ നമ്മൾ നേരെ പാരഗണിലേക്ക് പോയി ഒരു ബിരിയാണി അടിക്കാനായിട്ട്. സാമ്പാർ വഴി എങ്ങനെയുണ്ട്? എന്തോടെ പറ. സൂപ്പർ. അങ്ങനെ പാരഗണിയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അജണ്ട ഫുൾഫിൽ ചെയ്യാനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പോയി. എനിക്ക് ഓണത്തിന് സാരി ഉടുക്കണത് ഇഷ്ടമല്ല. എനിക്ക് ജനറലി സാരി ഉടുക്കണത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓണത്തിന് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ഇടണം എന്നുള്ളൊരു തോട്ടിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ചുരിദാറാക്കാം, സിമ്പിളാക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഇറങ്ങിയത്. എൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാരി എടുത്തിട്ട് അതിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഫാഷൻ സ്റ്റോറിൽ വന്നപ്പോഴത്തേക്കും ഓണം റിലേറ്റഡ് ആയിട്ട് സർപ്ലസ് കളക്ഷൻ ഉണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയലിൻ്റെ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയൊരു മെറ്റീരിയലാണ് ഇത് നമ്മൾ ടോപ്പിനെടുത്തിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ഷോളും എടുത്ത് സംതൃപ്തി അടങ്ങിയിരിക്കണു. അത് കഴിഞ്ഞിട്ട് സാരി ഷോപ്പ് ചെയ്യണം. യൂഷ്വലി എൻ്റെ അമ്മ മോർ ദാൻ 2 hours എടുക്കാറുണ്ട് ഷോപ്പിങ്ങിന്. ബട്ട് ദിസ് ടൈം ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. എല്ലാം ഷടപടിയെന്നായിരുന്നു. പെട്ടെന്ന് എല്ലാം എടുത്തു. അപ്പോൾ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വി ഹാഡ് ഫ്രീ ടൈം. സോ അവിടേക്ക് റൂം അറൗണ്ട് ചെയ്തു. പിന്നെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ എടുത്തൊരു ഡ്രസ്സാണ് ഇത്. പക്ഷേ കൗണ്ടറിലെ ചേച്ചി പറഞ്ഞു നൈറ്റിക്ക് 4000 രൂപയായിരുന്നു. അങ്ങനെ അതവിടെ കളഞ്ഞിട്ട് വരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായയും കുടിച്ച് കുറച്ചുകൂടെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. ദിസ് വാസ് എ വെരി നൈസ് ഡേ. ബിക്കോസ് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഷോപ്പിംഗ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വി ആർ ഔട്ട് ആൻഡ് അബൌട്ട് to get my Onam outfit stitched. I'm so excited for this. Clothes for getting it stitched, and I'm shook by the stitching charge. Well, not shook really, because I know the stitching charge that they charge here, but still. Now let's head home and look at the sky. So pretty it is. ഈ സ്കൈ കണ്ട ആരെങ്കിലും പറയും രാവിലെ മുഴുവൻ മഴ പെയ്ത് പണ്ടാരടങ്ങായിരുന്നെന്ന്? ഞാൻ ജസ്റ്റ് നോട്ടിസ്ഡ്. ഞാൻ ഇവിടെ തയ്ക്കാൻ കൊടുക്കാൻ വന്നത് 3:30-4 മണി റേഞ്ചിൽ. നൗ ഇറ്റ്സ് 5:51. ഐ സ്പെൻഡ് ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ there only to get 5 മെറ്റീരിയൽ സ്റ്റിച്ച്ഡ്. ഞാൻ തയ്ക്കാൻ പഠിക്കുന്നതായിരിക്കും വൈബിൾ ഓപ്ഷൻ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. എനി വിച്ച് വേസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ. ഐ ലുക്ക് പ്രിറ്റി ടുഡേ, ഡോണ്ട് ഐ? ഞാൻ തയ്ക്കാൻ കൊടുക്കാൻ വരാത്തതിൻ്റെ മെയിൻ റീസൺ ഇസ് ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന്. ആകെ കിട്ടുന്ന ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും. മിണ്ടായിരിക്കും.
ആകെ കിട്ടുന്ന ഒരു സാറ്റർഡേ സൺഡേ ഈ 2 മണിക്കൂർ വന്ന് ഇവിടെ കിടക്കണേക്കാട്ടിലോ കൗച്ചി കിടക്കണതല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ തയ്ക്കാൻ വരാത്തത്. പക്ഷേ ഞാൻ എപ്പോൾ കടയിൽ പോയാലും തുണി എടുക്കും. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇനി 1 മാസം പിടിക്കും ഇതൊക്കെ തച്ച് വരാനായിട്ട്. പിന്നെ എൻ്റെ വക ഒരു ഫാഷൻ ഷോ തന്നെ ആയിരിക്കും.